രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം സോവിയറ്റ് യൂണിയൻ ഒരു പ്രതിസന്ധി നേരിട്ടു. ബോംബർ വിമാനങ്ങളുടെ കാര്യത്തിൽ അവർ അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ ഏറെ പുറകിലായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ ഒരേ ഒരു ദീർഘദൂര സ്ട്രാറ്റജിക് ബോംബറായ TU-4 അമേരിക്കൻ ബോംബറായ B-29 സൂപ്പർ ഫോർട്രസിന്റെ ഒരു കോപ്പി മാത്രമായിരുന്നു. എന്നാൽ അമേരിക്കയുമായി ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ വിമാനങ്ങൾക്ക് അവിടെ പോയി ബോംബിംഗ് നടത്താനുള്ള റേഞ്ചോ പുതിയ അമേരിക്കൻ പോർ വിമാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വേഗതയോ ഉണ്ടാവില്ലെന്ന് അവർക്ക് മനസ്സിലായി. മേൽക്കോയ്മയ്ക്ക് വേണ്ടിയുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വഴിവെട്ടിക്കൊണ്ടിരുന്ന ആ കാലത്ത് ഇത്തരമൊരു കുറവ് സ്റ്റാലിനെ വല്ലാതെ ഭയപ്പെടുത്തി. അതുകൊണ്ട് USSRന്റെ വ്യോമസേന ടുപോലേവ്, മയാസിഷ്ചേവ് ഡിസൈൻ ബ്യൂറോകളോട് ഒരു പുതിയ സ്ട്രാറ്റജിക് ബോംബർ രൂപകൽപ്പന ചെയ്യാൻ ആവശ്യപ്പെട്ടു. പ്രധാനമായും 3 നിബന്ധനകൾ അവർ മുൻപോട്ട് വെച്ചു. കുറഞ്ഞത് 8000 കിലോമീറ്റർ ദൂരപരിധി, 11,000 കിലോഗ്രാം ഭാരവാഹനശേഷി, ടർബോ ജെറ്റ് അല്ലെങ്കിൽ ടർബോ പ്രോപ്പ് എഞ്ചിനുകളുടെ ഉപയോഗം. 1950-ൽ മയാസിഷ്ചേവ് ഡിസൈൻ ബ്യൂറോ ടർബോ ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കുന്ന ഒരു സ്ട്രാറ്റജിക് ബോംബർ ഉണ്ടാക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. മണിക്കൂറിൽ 950 കിലോമീറ്റർ വേഗവും 13,000 കിലോമീറ്റർ ദൂരപരിധിയുമാണ് അവർ വാഗ്ദാനം ചെയ്തത്. സോവിയറ്റ് വ്യോമസേനയ്ക്ക് ഈ ഡിസൈനോട് വലിയ മതിപ്പ് തോന്നി. അവർ മയാസിഷ്ചേവിന് പ്ലാനുമായി മുൻപോട്ടു പോകാനുള്ള അനുമതി നൽകി. എന്നാൽ ടുപോലേവ് ഡിസൈൻ ബ്യൂറോ നടത്തിയ പ്രാഥമിക പഠനങ്ങൾ ഒരു ടർബോജെറ്റ് ബോംബറിന് 10,000 കിലോമീറ്ററിലേറെ ദൂരപരിധി ഉണ്ടാവില്ലെന്നും പരമാവധി വേഗത മണിക്കൂറിൽ 900 കിലോമീറ്റർ കടക്കില്ലെന്നും കണ്ടെത്തി. അതുകൊണ്ട് കൂടുതൽ ഇന്ധനക്ഷമതയുള്ള ടർബോ പ്രോപ്പ് എഞ്ചിൻ ഘടിപ്പിച്ചുള്ള ഒരു ബോംബർ വിമാനത്തിന്റെ രൂപരേഖ അവർ സോവിയറ്റ് വ്യോമസേനയ്ക്ക് സമർപ്പിച്ചു. ഇതിന് 13,000 കിലോമീറ്റർ റേഞ്ചും പരമാവധി വേഗത മണിക്കൂറിൽ 800 കിലോമീറ്ററും ഉണ്ടാകുമെന്ന് അവർ അവകാശപ്പെട്ടു. എന്നാൽ സോവിയറ്റ് വ്യോമസേനയ്ക്ക് ടുപോലേവിന്റെ വിമാന ഡിസൈനോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് അമേരിക്കയും ബ്രിട്ടനും ജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച ബോംബർ വിമാനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. കൂടാതെ മയാസിഷ്ചേവിന്റെ ജെറ്റ് ബോംബർ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുമുണ്ടായിരുന്നു. ഒടുവിൽ ടുപോലേവ് ബ്യൂറോയുടെ തലവനായ ആന്ദ്രേ നിക്കോളായേവിച്ച് ടുപോലേവ് സ്റ്റാലിനെ നേരിൽ കണ്ട് സംസാരിക്കുകയും തന്റെ വിമാനത്തിന്റെ രൂപകൽപ്പനയ്ക്ക് വേണ്ട ഫണ്ടിംഗ് ഒപ്പിച്ചെടുക്കുകയും ചെയ്തു. ടുപോലേവിന് ബോംബർ വിമാനങ്ങൾ ഡിസൈൻ ചെയ്ത് നല്ല പരിചയമുണ്ടായിരുന്നു. കൂടാതെ ഇദ്ദേഹം തന്നെയാണ് B-29 സൂപ്പർ ഫോർട്രസിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് TU-4 ഉണ്ടാക്കിയത്. ഇതിനെ വീണ്ടും രൂപഭേദം വരുത്തി TU-85 എന്നൊരു പിസ്റ്റൺ എഞ്ചിൻ ഭൂഖണ്ഡാന്തര ബോംബർ അദ്ദേഹം രൂപകൽപ്പന ചെയ്തിരുന്നു. തന്റെ പുതിയ ടർബോപ്രോപ്പ് ബോംബറിന് TU-85ന്റെ രൂപകൽപ്പന അടിസ്ഥാനമാക്കാൻ ടുപോലേവ് തീരുമാനിച്ചു. അദ്ദേഹത്തിന് വെല്ലുവിളിയായത് പക്ഷേ യോജിച്ച ഒരു എഞ്ചിൻ കണ്ടെത്തുന്നതായിരുന്നു. ഭാഗ്യത്തിന് ഇതേ സമയത്ത് എഞ്ചിൻ ഡിസൈനറായ നിക്കോളായ് ദിമിത്രിയേവിച്ച് കുസ്നിറ്റ്സോവ് ഒരു ടർബോ പ്രോപ്പ് എഞ്ചിൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ ജർമ്മനിയിൽ നിന്നും പിടിച്ചെടുത്ത സാങ്കേതിക വിദ്യയായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. അവിടെ നിന്നും പിടിച്ചുകൊണ്ടുവന്ന കുറച്ച് എഞ്ചിനീയർമാരും അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്തിരുന്നു. 1950-ൽ അവർ TV-2 എന്നൊരു എഞ്ചിൻ ടെസ്റ്റ് ചെയ്തു. 4620 EHP ആയിരുന്നു ഇതിന്റെ കരുത്ത്. കുസ്നെറ്റ്സോവുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ഈ എഞ്ചിൻ തന്റെ പരീക്ഷണ വിമാനത്തിൽ ഉപയോഗിക്കാൻ ടുപോലേവ് തീരുമാനിച്ചു. 12,000 EHP കരുത്തുള്ള TV-12 എന്നൊരു എഞ്ചിൻ അപ്പോൾ പരീക്ഷണ ഘട്ടത്തിലായിരുന്നു. 1952 നവംബറിൽ TU-95-1 എന്ന് പേരിട്ട ആ പരീക്ഷണ വിമാനം ആദ്യമായി പറന്നു. പക്ഷെ 6 മാസത്തിന് ശേഷം 1953 മെയ്യിൽ അത് തകർന്നു വീണു. എഞ്ചിന് തീപിടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടതായിരുന്നു കാരണം. അതിലുണ്ടായിരുന്ന 11 ആളുകളിൽ 7 പേർ പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടെങ്കിലും പൈലറ്റുമാരടക്കമുള്ള 4 പേർ അത് ചെയ്തില്ല. വിമാനത്തെ രക്ഷിക്കാൻ അവസാന നിമിഷം വരെ പരിശ്രമിച്ച് അവർ ആ അപകടത്തിൽ മരണപ്പെട്ടു. ഈ സംഭവം ടുപോലേവിനും കുസ്നെറ്റ്സോവിനും ഒരു കനത്ത തിരിച്ചടിയായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ പരീക്ഷണ വിമാനത്തിൽ ഘടിപ്പിക്കാനുള്ള TV-12 എഞ്ചിൻ കുറ്റമറ്റതാക്കാൻ കുസ്നെറ്റ്സോവ് കിണഞ്ഞു പരിശ്രമിച്ചു. 1955 ഫെബ്രുവരിയിൽ രണ്ടാമത്തെ പരീക്ഷണ വിമാനം ആകാശത്തേക്ക് ഉയർന്നു. 1956 ജനുവരിയോടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ടെസ്റ്റുകളെല്ലാം പൂർത്തിയാവുകയും TU-95ന്റെ മാസ് പ്രൊഡക്ഷൻ തുടങ്ങുകയും ചെയ്തു. ഒരു എയർ ഷോയിലാണ് നാറ്റോ ഈ വമ്പൻ സോവിയറ്റ് വിമാനത്തെ ആദ്യമായി പരിചയപ്പെടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഇത് കുറച്ചൊന്നുമല്ല പരിഭ്രാന്തി സൃഷ്ടിച്ചത്. പെട്ടെന്ന് തന്നെ നാറ്റോ അതിനൊരു പേരുമിട്ടു, ബെയർ അഥവാ കരടി. ഈ വിമാനത്തിന്റെ കടന്നുവരവോടെ ലോകത്തിൽ ഏത് രാജ്യത്തും അണുബോംബിടാനുള്ള കഴിവ് സോവിയറ്റ് യൂണിയൻ കരസ്ഥമാക്കി. TU-95ന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ 4 കുസ്നെറ്റ്സോവ് എഞ്ചിനുകൾ തന്നെയാണ്. NK-12 എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഇത് ഒരു പ്രൊഡക്ഷൻ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തേറിയ ടർബോ പ്രോപ്പ് എഞ്ചിനാണ്. ഇന്നും ആ റെക്കോർഡ് നിലനിൽക്കുന്നു. ഓരോ എഞ്ചിനും 15,000 EHP കരുത്ത് ഉൽപ്പാദിപ്പിക്കുകയും
രണ്ട് കൂറ്റൻ കോൺട്രാ റൊട്ടേറ്റിംഗ് പ്രൊപ്പല്ലറുകളെ തിരിക്കുകയും ചെയ്യും. അതായത് വിപരീത ദിശകളിലേക്ക് കറങ്ങുന്ന പ്രൊപ്പല്ലറുകൾ. ഈ സംവിധാനം എഞ്ചിൻ പവർ കൂടുതൽ നന്നായി ഉപയോഗിക്കുകയും സിംഗിൾ പ്രൊപ്പല്ലറുകളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് ചില പോരായ്മകളുമുണ്ട്. Tu-95 ലോകത്തിലെ ഏറ്റവും ശബ്ദം കൂടിയ വിമാനങ്ങളിൽ ഒന്നാണ്. ഇതിന് കാരണം പ്രൊപ്പല്ലർ ബ്ലേഡുകളുടെ അറ്റങ്ങൾ ശബ്ദത്തേക്കാൾ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. മുങ്ങിക്കിടക്കുന്ന അന്തർവാഹിനിക്കുള്ളിൽ നിന്നുപോലും ആകാശത്തിൽ പറക്കുന്ന ബെയറിന്റെ ശബ്ദം കേൾക്കാമായിരുന്നത്രേ. ശീതയുദ്ധകാലത്തെ പല സോവിയറ്റ് ഉപകരണങ്ങളെയും പോലെ ബെയറും ഒരു കൂറ്റനായിരുന്നു. 35 ഡിഗ്രി കോണിലുള്ള ചിറകുകളുടെ രണ്ടറ്റങ്ങൾ തമ്മിൽ 50 മീറ്റർ ആയിരുന്നു ദൂരം. നീളം 49 മീറ്റർ, ഉയരം 13 മീറ്റർ. പരമാവധി വേഗത മണിക്കൂറിൽ 830 കിലോമീറ്ററും ക്രൂയിസിംഗ് വേഗത മണിക്കൂറിൽ 735 കിലോമീറ്ററുമാണ്. ദൂരപരിധി 14,000 കിലോമീറ്റർ. പക്ഷേ വഹിക്കുന്ന ഭാരത്തിനനുസരിച്ച് ഇത് മാറും. ഉയരപരിധി 40,000 അടി. പൈലറ്റും കോ പൈലറ്റും അടക്കം 7 പേർ വേണം ഇതിനെ പ്രവർത്തിപ്പിക്കാൻ. ഇതിലൊരാൾ വിമാനത്തിന്റെ വാലിൽ ഘടിപ്പിച്ചിട്ടുള്ള 2 23 മില്ലിമീറ്റർ ഓട്ടോ കാനനുകൾ പ്രവർത്തിപ്പിക്കാനാണ്. ആദ്യകാല സോവിയറ്റ് അണുബോംബുകൾ വളരെ വലുതും ഭാരമേറിയതുമായിരുന്നു. പക്ഷേ Tu-95 20 ടണ്ണോളം ഭാരം അതിന്റെ എയർ കണ്ടീഷൻ ചെയ്ത ആന്തരിക ബോംബയിൽ വഹിക്കാൻ കഴിയുമായിരുന്നു. സത്യത്തിൽ സോവിയറ്റ് യൂണിയൻ ഈ വിമാനം ഉപയോഗിച്ചാണ് 1961 ലോകത്തിലെ ഏറ്റവും നശീകരണ ശേഷിയുള്ള അണുബോംബായ സാർ ബോംബ പരീക്ഷിച്ചത്. Осталось 3 секунды. 2, 1, 0. Пулевой столб, поднимающийся с земли, быстро увеличился в объеме. Через несколько секунд после взрыва диаметр пулевого столба составлял около 10 километров. ഇതേ സമയത്ത് ആണവശക്തി കൊണ്ട് പറക്കുന്ന ഒരു ബോംബർ വിമാനം ഉണ്ടാക്കാനും സോവിയറ്റ് യൂണിയൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു വിമാനത്തിന് എത്ര സമയം വേണമെങ്കിലും പറന്നുകൊണ്ടിരിക്കാൻ പറ്റും എന്നതായിരുന്നു വെപ്പ്. അതിനുവേണ്ടി ഒരു Tu-95 രൂപാന്തരപ്പെടുത്തി ചില പരീക്ഷണങ്ങൾ ടുപോലേവ് ഡിസൈൻ ബ്യൂറോ നടത്തി. 1950കളിലും 60കളിലും ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ കടന്നുവരവ് ദീർഘദൂര ബോംബർ വിമാനങ്ങളുടെ പ്രസക്തി ഇല്ലാതാക്കി. അണുബോംബുകൾ ഒരു മിസൈലിൽ ഘടിപ്പിക്കത്തക്ക വിധം ചെറുതാക്കാൻ എഞ്ചിനീയർമാർക്ക് കഴിഞ്ഞതോടെ അത്തരം ബോംബുകൾ വഹിക്കുന്ന കൂറ്റൻ വിമാനങ്ങളുടെ കാലം അവസാനിച്ചു. Tu-95 ഇതോടെ പല മാറ്റങ്ങൾക്കും വിധേയമായി. കുറച്ചെണ്ണം ക്രൂസ് മിസൈൽ വാഹക വിമാനങ്ങളായപ്പോൾ ചിലത് ദീർഘദൂര ഫോട്ടോ നിരീക്ഷണ വിമാനങ്ങളായും അന്തർവാഹിനി വേദ വിമാനങ്ങളായും മാറ്റപ്പെട്ടു. ആദ്യമായി പറന്നത് 70 വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും ശീതയുദ്ധകാലത്തെ എഞ്ചിനീയറിംഗ് പാടവത്തിന്റെ പ്രതീകമായ Tu-95 അടുത്തൊന്നും വിരമിക്കില്ല. റഷ്യൻ വ്യോമസേന ഇതിനെ കുറഞ്ഞത് 2040 വരെയെങ്കിലും പറത്താനാണ് പ്ലാൻ ചെയ്യുന്നത്. നന്ദി.